വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഫുട്ബോളിലെ വണ്ടർ കിഡുകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്ലെയേഴ്സ് തന്നെ ഇഷ്ടംപോലെ വണ്ടർ കിഡുകൾ അറിയാം. പക്ഷേ ഒരു വണ്ടർ കിഡ് മാനേജർ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടർ കിഡ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മാനേജറെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിൽ സ്റ്റീൽ. അദ്ദേഹത്തിന് ഇപ്പോൾ 30 വയസ്സായി. പക്ഷേ 24ാമത്തെ വയസ്സിൽ ബെൽജിയം സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരുന്ന ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ മാനേജറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫാസിനേറ്റിങ്ങും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗെയിം അഡിക്റ്റ് ആയിരുന്നു. ഒരു ഫുട്ബോൾ മാനേജർ എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഒരു കട്ട അഡിക്റ്റ് ആയിട്ട് അതിന് ശേഷം പിന്നീടാണ് ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിലേക്കൊക്കെ അദ്ദേഹം വന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയറിലേക്കുള്ളത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കറിയാം മോഡേൺ ഫുട്ബോൾ ഒത്തിരി ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ പല വലിയ ക്ലബ്ബുകളും ഡാറ്റ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചുകളാണ് നടത്തുന്നത്. മാനേജർ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പ്ലേയേഴ്സിന് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ പല വലിയ ക്ലബ്ബുകളും ആ ഒരു അപ്രോച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ പഴയ പോലെയുള്ള ഐ ടെസ്റ്റ് വെച്ചിട്ടൊന്നുമല്ല ഇപ്പോൾ പല ക്ലബ്ബുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ ഒരു വിൽ സ്റ്റീലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ മാനേജർ എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഗെയിമുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ചൈൽഡ് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കുട്ടികളിൽ. അപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫുട്ബോളിലേക്ക് വലിയൊരു ഇൻട്രസ്റ്റ് വരാനുള്ള വൺ ഓഫ് ദി ബിഗ് റീസൺ എന്ന് പറയുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിലെ ഫിഫ 2002 ഗെയിം കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. എനിക്കെന്തോ 7-8 വയസ്സെന്തോ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദറിൻ്റെ കമ്പനിയിൽ കമ്പ്യൂട്ടറിനകത്ത് ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂള് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഈ പുള്ളിയുടെ ഓഫീസിൽ പോയി ഈ ഗെയിം കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ തീയൊക്കെയാണ് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പോണത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക ഗെയിമാണ്. അപ്പോൾ 2002 ഒരു സിറ്റുവേഷനാണെന്ന് ഓർക്കണം. അപ്പോൾ അത്ര അന്നത്തെ ആ ഒരു സമയത്തുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗെയിം കളിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തുടക്കത്തിൽ ആ ഒരു ഫുട്ബോളിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതിനുശേഷം പിന്നീട് ഞാൻ ഈ പറയുന്ന പോലെ ഫുട്ബോൾ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഗെയിമുകൾ ഒരുപാട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പെസ്സൊക്കെ ഉൾപ്പെടെ. പക്ഷേ ഇപ്പം അധികം അങ്ങനെ ഫുട്ബോൾ ബേസ്ഡ് ഗെയിമുകളൊന്നും കളിക്കാറില്ല. അപ്പോൾ അത് എൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന പോലെ ഫുട്ബോളിലേക്ക് വലിയൊരു ഇൻട്രസ്റ്റ് വളർത്തുന്നതിൽ അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്ക് ഒരു അറിവ് തരുന്നതിലൊക്കെ ഈ പറയുന്ന വീഡിയോ ഗെയിംസ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ വിൽ സ്റ്റീൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ടീനേജിൽ തന്നെ പുള്ളിക്കാരൻ ഫുട്ബോൾ മാനേജർ എന്ന് പറയുന്ന ഈ ഒരു സിമുലേഷൻ ഗെയിമിലൊക്കെ ഭയങ്കര അഡിക്ഷനായി പുള്ളി കളിക്കാൻ തുടങ്ങി വലിയൊരു അഡിക്റ്റ് ആയതാണ്. അപ്പോൾ ഈ ഫുട്ബോൾ മാനേജർ എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ചും നമ്മൾ തീർച്ചയായും ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ മലയാളികൾ അധികം കളിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എക്സ്പോഷർ ഉള്ളൊരു ഗെയിമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇൻ്റർനാഷണലി വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗെയിമാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ ഭ്രാന്തന്മാരൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ലാത്തതിൻ്റെ വലിയൊരു റീസൺ ഇതൊരു പെയ്ഡ് ഗെയിം ആയതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഞാൻ ഇതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി മലയാളത്തിൽ ഒറ്റ വീഡിയോ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പോപ്പുലർ അല്ലാത്തൊരു ഗെയിമാണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു സിമുലേഷൻ ഗെയിമാണ്. നമ്മളൊരു പ്ലെയർ ആവുന്നതിന് പകരം നമ്മളൊരു ടീമിൻ്റെ മാനേജർ ആകാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു പെപ് ഗാർഡിയോളയോ അല്ലെങ്കിൽ ടെൻ ഹാഗോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കൊരു മാനേജറായിട്ടൊരു ടീമിനെ പരിശീലിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗെയിമാണെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു മാനേജറിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്രിറ്റിസിസം അതല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങൾ, സെലക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗെയിമിൽ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്കൗട്ടിങ് ഡാറ്റ എന്ന് പറയുന്നൊരു കാര്യമാണ്. കാരണം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു സ്കൗട്ടിങ് ഡാറ്റ, റിയൽ സ്കൗട്ടിങ് ഡാറ്റ ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രൊഫഷണൽ ക്ലബ്ബുകളും ഈ ഗെയിമിൻ്റെ സ്കൗട്ടിങ് ഡാറ്റ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനകത്തുള്ള അപ്കമിങ് ടാലൻസിനെയൊക്കെ നോക്കി, അല്ലെങ്കിൽ ഈ ഗെയിമിനകത്ത് പറയുന്ന അപ്കമിങ് ടാലൻസിനെയൊക്കെ പല ക്ലബ്ബുകളും സൈൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് തന്നെയാണ് രസകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിർമീഞ്ഞോ, അദ്ദേഹം ലിവർപൂളിൽ കളിക്കുന്നതിന് മുമ്പ് ഹൊഫൻഹൈമിലായിരുന്നു. അപ്പോൾ ആ ഹൊഫൻഹൈം സൈൻ ചെയ്യാനായിട്ടുള്ള വലിയൊരു റീസണായിട്ട് പറയാൻ കാരണം ഈ ഒരു ഗെയിമിലുണ്ടായിരുന്ന ഈ ഹൈലി റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ടാണ് ഈ ഒരു ഗെയിമിൽ അദ്ദേഹത്തെ കാണിച്ചുകൊണ്ടിരുന്നത്, ഫിർമീനോനെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു വലിയ റീസണായി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ പല ക്ലബ്ബുകളും ഇവരുടെ ഈ ഒരു ഗെയിമുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ട് അവരുടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ഈ ഡാറ്റ റിലേറ്റഡ് കാര്യങ്ങളിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ഒന്ന് കളിച്ച് നോക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പ്ലെയേഴ്സിനെ സ്കൗട്ട് ചെയ്യുന്ന കാര്യത്തിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നോക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഈവൻ ഇന്ത്യൻ പ്ലെയേഴ്സിനകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാനിതുവരെ ഈ ഒരു ഗെയിം ഞാൻ കളിച്ചിട്ടില്ല. കാരണം ഇത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതി, അതുപോലെ തന്നെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിനകത്തേക്ക് കളിച്ച് നോക്കാനായിട്ടുള്ളൊരു അങ്ങനെ ഒരു എഫേർട്ട് ഞാനകത്ത് കിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒത്തിരി അറിയാനൊക്കെ യൂട്യൂബ് ത്രൂവും അല്ലാണ്ടും ഒക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ. അപ്പോൾ ഈ വീൽ സ്റ്റീലിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ വീൽ സ്റ്റീൽ അപ്പോൾ എങ്ങനെ ഈ ഒരു ഗെയിം കണ്ട് അതിലെ സ്കൗട്ടിങ്ങും കാര്യങ്ങളും അനാലിസിസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടതിന് ശേഷം പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഉപേക്ഷിച്ചിട്ട് പുള്ളി ഒരു പ്രൊഫഷണൽ മാനേജർ ആണെന്നുള്ള കാര്യത്തിലേക്ക് പുള്ളിക്കാരൻ്റെ ഫോക്കസ് പോയി. അപ്പോൾ അങ്ങനെ ആദ്യം പുള്ളി കോളേജിൽ പോയി ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് പഠിച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു വീഡിയോ അനലിസ്റ്റായിട്ട് ജോലി ചെയ്തു ഒരു ക്ലബ്ബിൽ. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ ലിയേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബിൽ മാനേജറായിട്ട് 24-ാമത്തെ വയസ്സിൽ, പിന്നെ 3-4 വർഷം അദ്ദേഹം അവിടെ ഉണ്ടായതിനു ശേഷം പിന്നെ വേറൊരു ബെൽജിയം ക്ലബ്ബിലുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഫ്രഞ്ച് ലീഗിലേക്ക് പോയത്. സ്റ്റാഡ് ഡി റൈംസ് എന്ന് പറയുന്ന ക്ലബ്ബിൽ അവിടെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. ഓസ്കാർ ഗാർസിയ എന്ന് പറയുന്ന ഒരു മാനേജറായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം ഈ ഓസ്കാർ ഗാർസിയനെ അവർ സാക്ക് ചെയ്ത സമയത്ത് അന്നേരം ഇവിടുത്തെ ടെമ്പററി മാനേജറായിട്ട് ഇദ്ദേഹത്തിന് ചാർജ് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസ് കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിന് പെർമനൻറ്റ് മാനേജറാക്കി എന്നുള്ളതാണ്. അതിനുശേഷം ഒരു 19 മത്സരം അൺബീറ്റൻ റണ്ണിൽ പോകാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല 30-ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മാനേജറായിട്ട് മാറാനും വീൽ സ്റ്റീലിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ ചെറുപ്പത്തിലെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അങ്ങനെ വലിയ ക്ലബ്ബുകളൊക്കെ ആയിട്ട് സമനില പിടിക്കാനൊക്കെ ആയിട്ട്, ഇൻക്ലൂഡിങ് PSG ഒക്കെ ആയിട്ട് 2 തവണ ഡ്രോയൊക്കെ ആവാനായിട്ട് അത്രയധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ വീൽ സ്റ്റീലിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ബേസിക്കലി ഇംഗ്ലീഷുകാരനാണ്, പക്ഷേ അദ്ദേഹം ജനിച്ചത് ബെൽജിയത്തിലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഇംഗ്ലീഷും ഫ്രഞ്ചൊക്കെ വളരെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വെറും ഒരു ഗെയിം കളിച്ച് മാത്രം മാനേജറായ ഒരാളാണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഈ ഗെയിം കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി ക്ലബ്ബുകളിലൊക്കെ പോയി അസിസ്റ്റന്റ് മാനേജറായിട്ടും അതല്ലാതെ അനലിസ്റ്റ് സൈഡും പ്രാക്ടിക്കൽ സൈഡും പുള്ളിക്കാരൻ ഒരേ സമയം പഠിച്ചെടുത്തു എന്നുള്ളതാണ്. പക്ഷേ പൊതുവെ ഇദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ മാനേജർ ഗെയിം അഡിക്റ്റിൽ നിന്നും ഒരു പ്രൊഫഷണൽ മാനേജറായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം സ്റ്റാഡ് റൈംസ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹം ലെൻസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗിൽ തന്നെയുള്ള ക്ലബ്ബിലേക്ക് പോയി. അവിടെ 1 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ സൗത്താംപ്ടണിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൗത്താംപ്ടൺ നമുക്കറിയാം 2nd ഡിവിഷനിലാണ്. അപ്പോൾ അങ്ങനെ 2nd ഡിവിഷനിലേക്ക് പോയ സമയത്ത് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും തീർച്ചയായും ഈ ഒരു സീസണിൽ നമ്മൾ ഇംഗ്ലീഷ് ഫുട്ബോളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മാനേജറാണ് ഈ പറയുന്ന വീൽ സ്റ്റീലിൽ. അദ്ദേഹം അടുത്ത വർഷം ഈ പറയുന്ന പോലെ പ്രൊമോഷൻ കിട്ടി പ്രീമിയർ ലീഗിലേക്കൊക്കെ വരുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും തീർച്ചയായും മാനേജേഴ്സിലെ ഒരു വണ്ടർ കിഡ് തന്നെയാണ് ഈ വീൽ സ്റ്റീൽ. അതുപോലെ തന്നെ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൈഡിൽ കൂടെ തീർച്ചയായും ഫുട്ബോളിനെ കാണുന്ന ഒരാളാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കരിയർ പാത്തുമായിരുന്നു വീൽ സ്റ്റീലിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.